ഓക്കെ, നമുക്ക് തിയറത്തിൻ്റെ കൊറോളറിയിലേക്ക് പോകാം. ഫസ്റ്റ് കൊറോളറി, കേർണൽസ് ആർ നോർമൽ. Let phi be a group homomorphism from G to G bar, then kernel of phi is a normal subgroup of G bar. കേർണൽ എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പാണ് എന്നുള്ളത് നമ്മൾ തിയറത്തിൽ പ്രൂവ് ചെയ്തു. നമ്മൾ ഇനി പ്രൂവ് ചെയ്യാനുള്ളത് എന്താ? കേർണൽ ഇസ് എ നോർമൽ സബ് ഗ്രൂപ്പ് എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ റൈറ്റ് ദ ഡെഫിനേഷൻ ഓഫ് കേർണൽ. What is kernel? Kernel of phi is equal to set of all x element of G such that phi of x is equal to E bar. അതായത് E bar ഇമേജസ് ആയിട്ട് വരുന്ന ജിയിലെ എലമെൻറ്റുകൾ എല്ലാവരും കേർണലിലുണ്ട്. ഇൻ അതർ വേർഡ്സ്, എവറി പ്രീ ഇമേജ് ഓഫ് E bar is in kernel. So kernel consists only of pre images of E bar. അതാണ് കേർണൽ. ഇനി നമുക്ക് അറിയാവുന്ന കാര്യം ഇതാണ്, phi of E എന്ന് പറയുന്നത് എപ്പോഴും E bar ആയിരിക്കും. അതുകൊണ്ട് തന്നെ കേർണലിനകത്ത് മിനിമം ആരുണ്ടാകും? എപ്പോഴും ഐഡൻറ്റിറ്റി ഉണ്ടാവും. മാത്രമല്ല, കേർണൽ എന്താണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു, സബ് ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നോർമൽ സബ് ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള മാർഗം നമുക്ക് പഠിച്ചു കഴിഞ്ഞു. നോർമൽ സബ് ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ പ്രത്യേകത എന്താ? എച്ച് ജിയുടെ നോർമൽ സബ് ഗ്രൂപ്പ് ആണ് എന്ന് പറഞ്ഞാൽ അർത്ഥം എച്ച് ഇസ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി, വിച്ച് മീൻസ് ദാറ്റ് ടേക്ക് an element h from small h from h, then an element g from g, multiply on the left by g and on the right by g inverse, prove that this element of h. If g is g inverse element of h for every h in h, then we conclude that h is a normal subgroup. ഇതാണ് പ്രത്യേകത. ഇതിനെ തന്നെയാണ് നമ്മൾ എങ്ങനെ വിളിച്ചത്? ജി എച്ച് ജി ഇൻവേഴ്സ് സബ്സെറ്റ് ഓഫ് എച്ച് എന്ന് വിളിക്കുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. ഈ പറഞ്ഞതിനെ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം. രണ്ടും സെയിം ഐഡിയ ആണ്, ഇത് രണ്ടും സെയിം മീനിങ് ആണ്. ഇപ്പം ജി എച്ച് ജി ഇൻവേഴ്സ് സബ്സെറ്റ് ഓഫ് എച്ച് എന്ന് പറഞ്ഞ അർത്ഥം ജി എച്ച് ജി ഇൻവേഴ്സിനകത്തുള്ള എലമെൻ്റ് എല്ലാം ജി സ്മോൾ എച്ച് ജി ഇൻവേഴ്സ് ഫോമിലാണ്. അപ്പോൾ ജി എച്ച് ജി ഇൻവേഴ്സ് സബ്സെറ്റ് ഓഫ് എച്ച് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ജി എച്ച് ജി ഇൻവേഴ്സിലെ എല്ലാ എലമെൻറ്റ്സും എച്ചിലുണ്ട്. ജി എച്ച് ജി ഇൻവേഴ്സിലെ എല്ലാ എലമെൻറ്റ്സിനെയും ഡിനോട്ട് ചെയ്യുന്ന ഡിനോട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ജി സ്മോൾ എച്ച് ജി ഇൻവേഴ്സ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ജി എച്ച് ജി ഇൻവേഴ്സ് സബ്സെറ്റ് ഓഫ് എച്ച് എന്ന് പറഞ്ഞ അർത്ഥം ജി സ്മോൾ എച്ച് ജി ഇൻവേഴ്സ് എലമെൻറ്റ് ഓഫ് എച്ച് ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന ഇത് നമ്മൾ ബേസിക് തിയറമായിട്ട് നമ്മൾ പഠിച്ചതാണെങ്കിൽ പോലും നമ്മൾ കൂടുതലായിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നോർമൽ സബ് ഗ്രൂപ്പ് ആണെന്ന് വെരിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോർമൽ സബ് ഗ്രൂപ്പിൻ്റെ ഡെഫിനേഷൻ നമ്മൾ അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ എച്ച് എന്ന് പറയുന്ന സ്ഥാനത്ത് ഞാൻ എടുക്കാൻ പോകുന്നത് കേർണലാണ്. കാരണം കേർണൽ ഇസ് എ സബ് ഗ്രൂപ്പ് ആൻഡ് ജി ഇസ് എലമെൻറ്റ് ഓഫ് ജി. അപ്പോൾ കേർണലിലെ എലമെൻറ്റ് കെ എടുത്തു, ജിയിലെ എലമെൻറ്റ് ജി എടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് ജി കെ ജി ഇൻവേഴ്സ് എലമെൻറ്റ് ഓഫ് എച്ച് എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ജി കെ ജി ഇൻവേഴ്സ് ജി, യു ഹാവ് ടു പ്രൂവ് ദാറ്റ് ജി സ്മോൾ കെ ജി ഇൻവേഴ്സ് എലമെൻറ്റ് ഓഫ് കെ ഇ ആർ എഫ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ പ്രൂവ് ചെയ്യാനുള്ള മാർഗം എന്താ? കേർണലിനകത്തുള്ള എലമെൻറ്റുകളുടെ എല്ലാം ഇമേജ് ആരായിരിക്കും? ഇ ബാർ ആയിരിക്കും. അപ്പോൾ എനിക്കിത് പ്രൂവ് ചെയ്താൽ മതി. ഫൈ ഓഫ് ജി കെ ജി ഇൻവേഴ്സ് ഈക്വൽ ടു ഇ ബാർ എന്ന് പ്രൂവ് ചെയ്താൽ സ്വാഭാവികമായിട്ടും ജി കെ ജി ഇൻവേഴ്സ് ഇവിടുത്തെ എലമെൻ്റായി മാറി, കേർണലിലെ എലമെൻ്റായിട്ട് മാറി. അപ്പോൾ ഫൈ ഓഫ് ജി കെ ജി ഇൻവേഴ്സ് ഇ ബാർ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കാം, ഫൈ ഓഫ് ജി കെ ഇൻവേഴ്സ് ജി കെ ജി ഇൻവേഴ്സ് എന്നുള്ള സ്പ്ലിറ്റ് ചെയ്തിട്ട് എങ്ങനെയായി? ഫൈ ഓഫ് ജെ ഇൻറ്റു ഫൈ ഓഫ് കെ ഇൻറ്റു ഫൈ ഓഫ് ജി ഇൻവേഴ്സ്. ഇറ്റ് ഇസ് ഫർദർ റിട്ടൺ ആസ് ഫൈ ഓഫ് ജി ദ ഹോൾ ഇൻവേഴ്സ്. ഫൈ ഓഫ് കെയും ഇതെല്ലാം കൂടെ ചേർന്ന് ഫൈ ഓഫ് കെ എന്നുള്ള എന്തായിട്ട് മാറി? ഇ ബാർ ആയിട്ട് മാറി. കാര്യം കെ കേർണലിലാണ്, കേർണലിലെ എലമെൻറ്റുകളുടെ ഇമേജ് എന്ന് പറയുന്നത് ഇ ബാറാണ്. അപ്പോൾ ഫൈ ഓഫ് കെയുടെ സ്ഥാനത്തേക്ക് ഇ ബാർ എന്ന് കൊടുക്കാം. അപ്പോൾ അവിടെ ഫൈ ഓഫ് ജി ഇൻറ്റു ഫൈ ഓഫ് ജി ഇൻവേഴ്സ് എന്ന് വന്നു. ഫൈ ഓഫ് ജി ജിയിലെ എലമെൻ്റാണ്. ജിയിലെ എലമെൻറ്റിന് അതിൻ്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് ജി ബാറിലെ ഫൈ ഓഫ് ജി ജി ബാറിലെ എലമെൻ്റാണ്. അപ്പോൾ ഫൈ ഓഫ് ജിയും അതിൻ്റെ ഇൻവേഴ്സും കൂടെ ചേർന്നാൽ ജി ബാറിലെ ഐഡൻറ്റിറ്റി കിട്ടും. സോ ഫൈ ഓഫ് ജി കെ ജി ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ഇ ബാർ, വിച്ച് മീൻസ് ജി കെ ജി ഇൻവേഴ്സ് എലമെൻറ്റ് ഓഫ് ദി കേർണൽ. സോ വാട്ട്സ് ദ കൺക്ലൂഷൻ? കേർണൽ ഇസ് എ നോർമൽ സബ് ഗ്രൂപ്പ്. അപ്പോൾ ഇതാണ് നമ്മുടെ തിയറത്തിൻ്റെ പ്രത്യേകത, corollary. Next we have to prove a standard theorem which is called first isomorphism theorem. So we will be going to prove this theorem, first isomorphism theorem. The first isomorphism theorem inde oru pratyekada ennu parayunnathu idana,
ജിയിൽ നിന്നും ജി ബാറിലേക്ക് ഒരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഫൈ ഇസ് എ ഗ്രൂപ്പ് ഹോമോമോർഫിസം ഫ്രം ജി ടു ജി ബാർ. അപ്പോൾ എക്സാമിന് ചോദിക്കുന്നത് സ്റ്റേറ്റ് ആൻഡ് പ്രൂഫ് ഫസ്റ്റ് ഐസോമോർഫിസം തിയറത്തിനായിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? ലെറ്റ് ഫൈ ബി എ ഗ്രൂപ്പ് ഹോമോമോർഫിസം ഫ്രം ജി ടു ജി ബാർ. ജിയിൽ നിന്നും ജി ബാറിലേക്കുള്ള ഗ്രൂപ്പ് ഹോമോമോർഫിസമാണ് ഫൈ. ദെൻ ദ മാപ്പിംഗ് ഫ്രം ജി ബൈ കെ ഇ ആർ ഫൈ ടു ഫൈ ഓഫ് ജി given by g k e r phi to phi of g is isomorphism. In other words, g by k e r phi is isomorphic with the phi of g. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ ക്യാപിറ്റൽ ജിയുടെ ഇപ്പുറത്ത് വരുന്നത് സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുക്കുക. ഇവിടെയും അതുപോലെ തന്നെ ഇവിടെ ഒക്കെയാണ്. സ്മോൾ ജിയുടെ ഇപ്പുറത്ത് വരുന്നത് ഓപ്പൺ ബ്രാക്കറ്റ് മതി. കാരണം സ്മോൾ ജി റെപ്രസെൻറ്റ്സ് എലമെൻറ്റ്, ഇമേജ് ഓഫ് ആൻ എലമെൻറ്റ് എന്നുള്ള ബേസ് വരും. മറ്റേതല്ല, ഇമേജ് ഓഫ് എ സെറ്റ് എന്നുള്ളത് വരണമുണ്ട്. അവിടെ ക്യാപിറ്റൽ എന്ത് കൊടുക്കുക? ക്ലോസിംഗ് ബ്രേസ് കൊടുക്കുക, ക്ലോസിംഗ് ബ്രാക്കറ്റ് കൊടുക്കുക. അപ്പോൾ അത് നോട്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ജിയിൽ നിന്നും ജി ബാറിലേക്ക് ഒരു മാപ്പിംഗ് ഉണ്ടെങ്കിൽ ജി ബൈ കെ ഇ ആർ ഫൈയിൽ നിന്നും ഫൈ ഓഫ് ജിയിലേക്കുള്ള മാപ്പിംഗ് എന്തായിരിക്കും? ഒരു ഐസോമോർഫിസം ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഒരു മാപ്പിംഗ് അതിൻ്റെ ഒരു പിക്ചർ ഞാനിവിടെ കാണിക്കാം. ദിസ് ഇസ് ജി ആൻഡ് ദിസ് ഇസ് ജി ബാർ ആൻഡ് ഫൈ ഇസ് എ മാപ്പിംഗ് ഡിഫൈൻഡ് ഫ്രം ജി ടു ജി ബാർ. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഇതാണ് ജി എന്ന് പറഞ്ഞു. തൽക്കാലം ഞാൻ വേറൊരു രീതിയിൽ എഴുതുന്നു. എനിക്ക് കൊസറ്റാക്കി മാറ്റേണ്ടതുകൊണ്ട് ഞാൻ തൽക്കാലം ഞാൻ ജിയെ ഇങ്ങനെ എടുക്കുന്നു. ഇത് ജി എന്നും ജി ബാർ എന്നും എടുക്കുന്നു. കൊസറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ ഒരു ഷേപ്പ് മാറ്റി എന്നുള്ളതേ ഉള്ളൂ. സോ ഫൈ ഇസ് എ മാപ്പിംഗ് ഡിഫൈൻഡ് ഫ്രം ജി ടു ജി ബാർ. ഇതിൻ്റെ പ്രത്യേകത എന്താ? നമുക്ക് ജിക്ക് ഒരു കേർണലുണ്ട് അല്ലേ? ജിയുടെ കേർണലിനെ ഞാനിങ്ങനെ ഇതാണ് കേർണൽ എന്ന് വിചാരിച്ചോളൂ. ഇതാണ് ജിയുടെ കേർണൽ, ഇതാണ് കേർണൽ. അപ്പോൾ ഈ കേർണൽ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ജിയെ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്യാം. ഇപ്പം ജിയിൽ ഒരു എലമെൻ്റ് എടുത്തു, കേർണൽ വെച്ചപ്പോൾ എ കെ ഇ ആർ ഫൈ. അപ്പോൾ ഇതാണ് എ കെ ഇ ആർ ഫൈ, ഇതാണ് എ കെ ഇ ആർ ഫൈ. ജിയിൽ നിന്നും മറ്റൊരു എലമെൻറ്റ് ബി എടുത്താൽ നമുക്ക് ബി കെ ഇ ആർ ഫൈ കിട്ടും. ബി കെ ഇ ആർ ഫൈ ഇതാണ്. അടുത്തത് ചിലപ്പോൾ സി കെ ഇ ആർ ഫൈ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് കേർണൽ ഉപയോഗിച്ച് ഗ്രൂപ്പിനെ എന്ത് ചെയ്യാൻ പറ്റും? പാർട്ടീഷൻ ചെയ്യാൻ പറ്റും. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് കേർണൽ എന്നുള്ളത് അറിയാം. കേർണൽ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഗ്രൂപ്പിനെ പാർട്ടീഷൻ ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ പാർട്ടീഷൻ ഞാനിവിടെ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ മാപ്പിംഗ് ജിയിൽ നിന്നും ജി ബാറിലേക്കുള്ള മാപ്പിംഗ് ആണെന്നറിയാം. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്, അപ്പോൾ തീർച്ചയായിട്ടും ജിക്കകത്തുള്ള എലമെൻറ്റുകൾ അല്ലെ, ജിക്കകത്തുള്ള എലമെൻറ്റുകളുടെ ഇമേജസ് എന്ന് പറയുന്ന സെറ്റ്, ആ ഇമേജ് സെറ്റിനെ ഞാൻ എന്ത് പേര് വിളിച്ചു? ഇത്രയെന്ന് വിചാരിച്ചു ഇമേജ് സെറ്റ്. ഇത്രയാണ് ഇമേജ് സെറ്റ്. അതിന് വിളിക്കുന്ന പേരാണ് ഫൈ ഓഫ് ജി. ഫൈ ഓഫ് ജി. പിന്നെ എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് ജി ബൈ കെ ഇ ആർ ഫൈ, ജി ബൈ കെ ഇ ആർ ഫൈ ഈസ് ഐസോമോർഫിക് വിത്ത് ഫൈ ഓഫ് ജി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഈ രണ്ട് ഗ്രൂപ്പുകൾ ഐസോമോർഫിക് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ജി ബൈ കെ ഇ ആർ ഫൈയുടെ പ്രത്യേകത എന്താ? നമ്മുടെ ഗ്രൂപ്പ് എടുക്കുന്നു, ആ ഗ്രൂപ്പിനെ നമ്മൾ കേർണൽ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കുറേ പീസുകളാക്കുന്നു. അങ്ങനെയുള്ള ഓരോ പീസും അടങ്ങുന്ന സെറ്റിനെ വിളിക്കുന്നവരാണ് ജി കെ ഇ ആർ ഫൈ, ജി ബൈ കെ ഇ ആർ ഫൈ. അതായത് ജി ബൈ കെ ഇ ആർ ഫൈക്കകത്ത് ആരൊക്കെ ഉണ്ടാവും? ഒന്നാമത് ഇതിനകത്തിൽ കേർണൽ ഉണ്ടാവും, കെ ഇ ആർ ഫൈ കാണും. പിന്നെ ജിയിലെ എലമെൻറ്റ്സ് ഉപയോഗിച്ച് പുതിയ പുതിയ ആൾക്കാർ. ഞാൻ ജിയിലെ എലമെൻറ്റ് ഞാൻ ജി വൺ എന്നാണ് വിളിക്കുന്നതെങ്കിൽ അടുത്ത കൊസറ്റ് ആരായിരിക്കും? ജി വൺ കെ ഇ ആർ ഫൈ. അതേപോലെ ജിയിലെ അടുത്ത എലമെൻറ്റ് ജി ടു എടുത്താൽ ജി ടു കെ ഇ ആർ ഫൈ. ഇങ്ങനെ കൊസറ്റുകളുടെ സെറ്റാണ് ജി ബൈ കെ ഇ ആർ ഫൈ. ഇവിടെയോ ഫൈ ഓഫ് ജിക്കകത്തുള്ളതോ ജിക്കകത്തുള്ള എലമെൻറ്റുകളുടെ സെറ്റാണ്. അതായത് ഫൈ ഓഫ് ജിയിലെ ഏത് എലമെൻറ്റും ഏത് ഫോമിലായിരിക്കും? ഫൈ ഓഫ് സ്മോൾ ജി ഫോമിലായിരിക്കും, വേർ സ്മോൾ ജി എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ജി. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു പിക്ചർ മനസ്സിലാക്കണം. നമ്മുടെ തന്നിരിക്കുന്ന മാപ്പിങ്ങിൻ്റെ പ്രത്യേകത, ജി ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, ജി ബാർ മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാകും. അതിൽ നിന്നും ജിയിൽ നിന്ന് ജി ബാറിലേക്ക് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഹോമോമോർഫിസം തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഹോമോമോർഫിസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ കേർണൽ കാണാൻ സാധിക്കും.
കേർണൽ ഉപയോഗിച്ച് നമ്മൾ ഗ്രൂപ്പിനെ എന്ത് ചെയ്യുന്നു, കൊസറ്റ്സ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്ന ഓരോ പീസുകളെ ചേർത്ത് ഒരു പുതിയ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു. അതാണ് G/KER5. അപ്പോൾ നമുക്കൊരു പുതിയ ഗ്രൂപ്പ് കൺസ്ട്രക്ട് ചെയ്തു. എന്തുപയോഗിച്ച്? കേർണൽ ഉപയോഗിച്ച് നമ്മൾ ഗ്രൂപ്പിനെ പാർട്ടീഷൻ ചെയ്ത് പുതിയ ഗ്രൂപ്പ് കൺസ്ട്രക്ട് ചെയ്തു. അതാണ് കോഷ്യന്റ് ഗ്രൂപ്പ് അഥവാ ഫാക്ടർ ഗ്രൂപ്പ്. അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്ന ഗ്രൂപ്പും നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പിലെ എലമെൻറ്റുകളുടെ ഇമേജസ് ആയിട്ട് വരുന്ന ഗ്രൂപ്പ് φ(G), അത് G⁻ സബ് ഗ്രൂപ്പാണ്. ഇത് രണ്ടും എന്താണ്? ഐസോമോർഫിക് ആണ്. അപ്പോൾ ഐസോമോർഫിക് ആണെന്ന് വെരിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഇത്രയും ചെയ്താൽ മതി. ഈ രണ്ട് ഗ്രൂപ്പുകൾ എടുക്കുന്നു. ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെൻറ്റും സെക്കൻഡ് ഗ്രൂപ്പിലെ എലമെൻറ്റുമായിട്ട് ഒരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്യുന്നു. ആ മാപ്പിംഗ് 1, 1, 1, 2 ആയിരിക്കണം. ഈ പറയുന്ന ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. ഇത്രയും ഉണ്ടെങ്കിൽ ആ മാപ്പിംഗ് എന്തായിട്ട് മാറും? ഐസോമോർഫിസമായിട്ട് മാറും. അല്ലെങ്കിൽ G/KER5 ഈസ് ഐസോമോർഫിക് വിത്ത് φ(G) എന്നുള്ള റിസൾട്ടിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇത്രയാണ്. നോക്കൂ, φ is a homomorphism from G to G bar. Then the mapping from G/KER5 to φ(G) given by G/KER5 to φ(G). നമ്മൾ എങ്ങനെയാണ് മാപ്പിംഗ് എടുക്കുന്നത് നോക്കിയേ. ഈ മാപ്പിംഗ് എടുക്കുന്നത് എങ്ങനെയാണ്? ഇവിടെയുള്ള ആരെ എടുത്തു? ഇവിടെയുള്ള എലമെൻറ്റ്. അപ്പോൾ ഞാൻ മാപ്പിംഗ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിതിനെ ഒന്ന് ഈ മാപ്പിംഗ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ തൽക്കാലം ഇവിടെ തന്നെ ഞാനതൊന്ന് കാണിച്ചു തരാം. ഇവിടെ തന്നെ ഞാനിങ്ങനെ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ GA, ഇതാണ് GA, ഇതാണ് കേർണൽ. കേർണൽ ഉപയോഗിച്ച് നമുക്ക് ഈക്വൽ ആയിട്ട് ഇതിനെ പാർട്ടീഷൻ ചെയ്തു. ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തു. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഓരോ ഇവിടുത്തെ ഒരു പർട്ടിക്കുലർ കേർണൽ എടുത്തു, പർട്ടിക്കുലർ കൊസറ്റ് എടുത്തു. ഏതാ? G/KER5. ആ G/KER5യെ ആരുമായിട്ട് മാപ്പ് ചെയ്തു? ഇവിടെയുള്ള φ(G). φ(G) എന്ന് പറഞ്ഞാൽ ഇതാണ്. φ(G)യിൽ ഒരു എലമെൻ്റ് ഉണ്ട്, φ(g). അപ്പോൾ ഈ φ(g) ആരുമായിട്ട് മാപ്പ് ചെയ്തു? ഈ പറയുന്ന കേർണലുമായിട്ട് മൾട്ടിപ്ലൈ. ഇതാണ് നമ്മുടെ G കേർണൽ. അപ്പോൾ G/KER5 എന്ന് പറയുന്ന ആ കൊസറ്റിൻ്റെ ഇമേജ് ആയിട്ട് ആരെ എടുത്തു? φ(G) എടുത്തു. അപ്പോൾ മനസ്സിലാക്കണം, G/KER5യുടെ ഇമേജ് ആണ് φ(G). അല്ലെങ്കിൽ എന്ത് പറയാം, നമുക്ക് ഈ മാപ്പിങ്ങിനെ എങ്ങനെ എടുക്കാം? G/KER5യുടെ ഇമേജ് ആണ് മാപ്പിംഗ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ മാപ്പിംഗ് ഒരു എന്താണെന്ന് പ്രൂവ് ചെയ്യണം? ഐസോമോർഫിസമാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കാം. ഞാൻ പുതിയ മാപ്പിങ്ങിന് പേര് കൊടുത്തു സൈ എന്നാണ് വായിക്കുന്നത്. സൈ ഇസ് എ മാപ്പിംഗ് ഫ്രം ദ കൊസറ്റ് ഫ്രം ദ ഫാക്ടർ ഗ്രൂപ്പ് G/KER5 ടു φ(G). നമ്മൾ മാപ്പിങ്ങിനെ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഡൊമൈനിലെ ഒരു എലമെൻ്റ് എടുത്തു. ഡൊമൈൻ എന്ന് പറയുന്നത് നമ്മുടെ G/KER5 ആണ്. G/KER5 എന്ന് പറയുന്നത് ഇതാണ് G/KER5. ഈ പറയുന്ന കൊസറ്റുകളുടെ കൂട്ടം, അതാണ് G/KER5. അതിനകത്തു നിന്നും ഒരു എലമെൻറ്റിനെ ചൂസ് ചെയ്തു. ആ ചൂസ് ചെയ്ത എലമെൻറ്റിനാണ് നമുക്ക് KER5, G1/KER5, G2/KER5, ഇതെല്ലാം G/KER5 എലമെൻ്റാണ്. അതിൽ ഒരു റെപ്രസെൻറ്റീവ് എലമെൻറ്റ് ചൂസ് ചെയ്തു, G/KER5യെ ചൂസ് ചെയ്തു. അതിൻ്റെ ഇമേജ് ആയിട്ട് ആരെ എടുത്തു? φ(G) എടുത്തു. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഡിഫൈൻ എ മാപ്പിംഗ് സൈ ഫ്രം G/KER5 ടു φ(G) ബൈ ψ(G/KER5) is equal to φ(G). ആദ്യമായിട്ട് ഡെഫിനിഷൻ വെൽ ഡിഫൈൻഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് വെൽ ഡിഫൈൻഡ് ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് നമുക്കറിയാം. ഒരു ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ്. ഇപ്പോൾ ഇവിടെ 1, 2, 3 ഉണ്ട്. ഇവിടെ ABC ഉണ്ട്. ഈ ഫംഗ്ഷൻ ഇത് വെൽ ഡിഫൈൻഡ് അല്ല, അല്ലെങ്കിൽ ഇതൊരു ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ ഇത് ഫംഗ്ഷൻ ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഇത് ഫംഗ്ഷനേ അല്ല. കാര്യം ഇവിടെ രണ്ട് എലമെൻറ്റുകൾക്ക് ഒരു ഇമേജ് ഉണ്ട്. അതായത് ഡിഫറെൻ്റ് എലമെൻറ്റുകൾക്ക് സെയിം ഇമേജ് വന്നു. അപ്പോൾ നമ്മൾ മീനിങ് എന്താ? വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? x1ഉം x2ഉം സെയിം ആണെങ്കിൽ ഇമേജും സെയിം ആയിരിക്കണം. ഇതാണ് വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞ അർത്ഥം. അങ്ങനെ ആയില്ലെങ്കിൽ ഉള്ള കുഴപ്പം ഇതാണ്. ആയില്ലെങ്കിൽ ഇപ്പോൾ നോക്കിയാൽ അറിയാം, രണ്ട് എലമെൻറ്റുകൾ സെയിം ആണെങ്കിൽ സോറി ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു. ഇങ്ങനെ പിക്ചർ ഇങ്ങനെ വരണം. ഇത് 2 ഇങ്ങനെയാണ് പിക്ചർ വരുന്നത്. 2ൻ്റെ B 3C ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇത് ഫംഗ്ഷനേ അല്ല. കാര്യം ഒരാൾക്ക് 2 ഇമേജ് വന്നു. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ ആണോ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്?
ഇപ്പോൾ 1 ഈക്വൽ ടു 1 എന്ന് പറയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് 1 ഈക്വൽ ടു എഫ് ഓഫ് 1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. വാട്ട് ഈസ് എഫ് ഓഫ് 1? 1ൻ്റെ ഇമേജ് എ ആണ്. ഇനി റൈറ്റ് സൈഡിൽ 1ൻ്റെ ഇമേജ് ആയിട്ട് എനിക്ക് എ എടുക്കാം, ബി എടുക്കാം. അപ്പോൾ ഞാൻ തൽക്കാലം ബി എന്ന് എടുക്കുന്നു. പ്രത്യേകത എന്താ? എഫ് ഓഫ് 1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 1 എന്നുള്ളത് ഇവിടെ ട്രൂ ആവില്ല. കാര്യം എയും ബിയും ഇവിടെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ എ നോട്ട് ഈക്വൽ ടു ബി ആണ്. അപ്പോൾ അതിനർത്ഥം x1 ഈക്വൽ ടു x2 എന്ന് തുടങ്ങി, പക്ഷേ എഫ് ഓഫ് x1 നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് x2 എന്നാണ് കിട്ടിയത്. അപ്പോൾ അതിനർത്ഥം ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് അല്ല. അപ്പോൾ ഒരാൾക്ക് 2 ഇമേജ് വന്നാൽ ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് അല്ല. അതേസമയം ഇത് ഇങ്ങനെയായിരുന്നെങ്കിൽ ഈ ഫംഗ്ഷൻ എന്തായാലും വെൽ ഡിഫൈൻഡ് ആയിരുന്നു. ഒരാൾക്ക് ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് ആകും. കാര്യം 1 ഈക്വൽ ടു 1 ആണ്. എഫ് ഓഫ് 1ൻ്റെ വാല്യൂ എ ആണ്. എഫ് ഓഫ് അടുത്ത റൈറ്റ് സൈഡിലുള്ള എഫ് ഓഫ് 1ൻ്റെ വാല്യൂ എ തന്നെയാണ്. അപ്പോൾ എ ഈക്വൽ ടു എ എന്ന് പറയാം. അപ്പോൾ ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള മാർഗ്ഗം ഇതാണ്. എലമെൻറ്റുകൾ സെയിം ആണെങ്കിൽ കറസ്പോണ്ടിങ് ഇമേജുകളും സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ മീനിങ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫംഗ്ഷന് പ്രത്യേകത ഇതാണ്. നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എവിടുന്ന് എവിടേക്കാണ് ഡിഫൈൻ ചെയ്യുന്നത്? GKER ഫൈയിൽ നിന്നും ഫൈ ഓഫ് ജിയിലേക്കാണ് നമ്മുടെ മാപ്പിംഗ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് വാട്ട് ഇസ് ദ ഡെഫിനിഷൻ? സൈ ഓഫ് ദ കൊസെറ്റ് GKER ഫൈ, സൈ ഓഫ് ദ കൊസെറ്റ് GKER ഫൈ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ജി. ഇതാണ് നമ്മുടെ മാപ്പിംഗ്. ഈ മാപ്പിംഗ് എന്താണെന്ന് പ്രൂവ് ചെയ്യണം? വെൽ ഡിഫൈൻഡ് ആണ്. അപ്പോൾ വെൽ ഡിഫൈൻഡ് ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള മാർഗ്ഗം എന്താ? x1 ഈക്വൽ ടു x2 എന്ന് എടുക്കുക. x1ഉം x2ഉം ഡൊമൈനിലെ എലമെൻറ്റ്സ് ആണ്. ഇവിടെ ഡൊമൈനിൽ വരുന്നത് കൊസെറ്റ്സ് ആണ്. അപ്പോൾ ഡൊമൈനിലെ ഫസ്റ്റ് കൊസെറ്റിനെ G1 KER ഫൈ എന്ന് എടുക്കുന്നു. സോ G1 KER ഫൈ ഈക്വൽ ടു G2 KER ഫൈ എന്നെടുത്തിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആ പ്രൂഫിൻ്റെ സ്റ്റെപ്സ് നോക്കാം. ആദ്യമായിട്ട് സൈ ഓഫ് G1 KER ഫൈ ഇസ് ഈക്വൽ ടു സൈ ഓഫ് G2 KER. അപ്പോൾ ഇവിടെ ഓൾറെഡി വെൽ ഡിഫൈൻഡ് ആണെന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ തൽക്കാലം ഞാൻ ക്ലിയർലി വെൽ ഡിഫൈൻഡ് എന്ന് എഴുതിയിരിക്കുകയാണ്. നിങ്ങളത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ആ ഒരു സ്റ്റെപ്പ് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ക്ലിയർലി വെൽ ഡിഫൈൻഡ് എന്നാണ്. പ്രൂവ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. G1 KER ഫൈ ഇസ് ഈക്വൽ ടു G2 KER ഫൈ എന്നെടുത്ത് ചെയ്യാം. അത് വലിയ കാര്യമില്ല. അത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ക്ലിയർലി ഇറ്റ്സ് വെൽ ഡിഫൈൻഡ് എന്ന് എഴുതിയാൽ മതി. അത്രമാത്രം അവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. നോക്കാം. നമുക്ക് ഇനി ആദ്യമായിട്ട് പ്രൂവ് ചെയ്യേണ്ടത് 1 ആണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. 1 കണ്ടീഷൻ എന്താ? എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് അസ്യൂം ചെയ്തിട്ട് x1 ഇസ് ഈക്വൽ ടു x2 എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എഫ് എന്ന് ഉദ്ദേശിക്കുന്നത് സൈ ഓഫ് എഫ് ഓഫ് x1 ബിക്കംസ് സൈ ഓഫ് G1 KER ഫൈ ഈക്വൽ ടു സൈ ഓഫ് G2 KER ഫൈ. ഇനി നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് GKER ഫൈയുടെ ഇമേജ് ആണ് ഫൈ ഓഫ് ജി. ഡെഫിനിഷൻ അനുസരിച്ച് എന്തായിട്ട് മാറും? ഫൈ ഓഫ് G1 ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് G2 ആയിട്ട് മാറും. രണ്ട് സൈഡിലും ഫൈ ഓഫ് G2ൻ്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ അത് ഫൈ ഓഫ് G1 G2 ഇൻവേഴ്സ് ആയിട്ട് മാറും. റൈറ്റ് സൈഡിൽ ഇ ബാർ ആവും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? G1 G2 ഇൻവേഴ്സിൻ്റെ ഇമേജ് ഇ ബാർ ആണ്. അല്ലെങ്കിൽ ഇ ബാറിൻ്റെ പ്രീ ഇമേജ് ആണ് G1 G2 ഇൻവേഴ്സ്. ഇ ബാറിൻ്റെ പ്രീ ഇമേജ് എല്ലാം കേർണലിലുണ്ട്. അപ്പോൾ G1 G2 ഇൻവേഴ്സ് ഇവിടെ വരുന്നുണ്ട്, കേർണലിൽ വരുന്നുണ്ട്. അപ്പോൾ G1 G2 ഇൻവേഴ്സ് ഇസ് എലമെൻറ്റ് ഓഫ് കേർണൽ. പിന്നെ നമ്മൾ നേരത്തെ റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന റിസൾട്ട് നോക്കിയേ. AH ഇസ് ഈക്വൽ ടു BH ആണെങ്കിൽ BA ഇൻവേഴ്സ് എലമെൻറ്റ് ഓഫ് H ആയിരിക്കും. അപ്പോൾ ഇവിടെ എച്ചിൻ്റെ സ്ഥാനത്ത് കേർണൽ എടുത്തു കഴിഞ്ഞാൽ എന്ത് പറയാം? BA ഇൻവേഴ്സ് എലമെൻറ്റ് ഓഫ് H എന്ന് പറഞ്ഞ അർത്ഥം BH ഇസ് ഈക്വൽ ടു AH ആയിരിക്കും. ഇവിടെ എച്ചിന് ഞാൻ കേർണലിന് കൊടുത്താൽ എങ്ങനെ വരും? B കേർണൽ ഇവിടെ G1 കേർണൽ ഓഫ് ഫൈ ഇസ് ഈക്വൽ ടു G2 കേർണൽ ഓഫ് ഫൈ എന്ന് വരും. അപ്പോൾ നമ്മൾ തുടങ്ങിയത് സൈ ഓഫ് G1 KER ഫൈ ഇസ് ഈക്വൽ ടു സൈ ഓഫ് G2 KER ഫൈ എന്ന് കിട്ടി. ഇപ്പോൾ G1 KER ഫൈ ഇസ് ഈക്വൽ ടു G2 KER ഫൈ വിച്ച് മീൻസ് ദ മാപ്പിംഗ് ഇസ് 1 1. ഇത് നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് തന്നെ മാപ്പിംഗ് 1 2 ആണ്. ഈ ലാസ്റ്റ് പ്രോപ്പർട്ടി മാത്രം വെരിഫൈ ചെയ്താൽ മതി. അതായത് ഹോമോമോർഫിസം പ്രോപ്പർട്ടി. വാട്ട് ഇസ് ഹോമോമോർഫിസം പ്രോപ്പർട്ടി? എഫ് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് ബി. ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ്റെ പേര് സൈ എന്നാണ്. എങ്ങനെ പറയാം? സൈ എയും ബിയുടെയും ബിയുടെ സ്ഥാനത്ത് രണ്ട് കൊസറ്റുകൾ എടുത്തിരിക്കുന്നു. ഫസ്റ്റ് കൊസറ്റ് G1 KER ഫൈ, സെക്കൻഡ് കൊസറ്റ് G2 KER ഫൈ. സോ സൈ ഓഫ് G1 KER ഫൈ ഇൻറ്റു G2 KER ഫൈ ഇസ് ഈക്വൽ ടു സൈ ഓഫ്, നമുക്ക് G1 KER ഫൈയും G2 KER ഫൈയും കൂടെ ചേർത്ത് G1 G2 KER ഫൈ എന്ന് കൊടുക്കാം. കാര്യം എന്താ? നമ്മുടെ കൊസറ്റിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? AH ഇൻറ്റു BH സെയിം ആസ് ABH. ഇവിടെ H KER ഫൈ ആയി മാറി, എയും ബിയും G1 G2 ആയിട്ട് മാറി. അപ്പോൾ സൈ ഓഫ് G1 G2 KER ഫൈ. ഇനി നമ്മുടെ ഡെഫിനിഷനിലേക്ക് നോക്കുക.
psi of g k r phi എന്നുള്ളത് phi of g ആകും. അപ്പോൾ ഇവിടെ psi of g1 j2 k r phi എന്നുള്ളത് എന്തായിട്ട് മാറും? phi of g1 g2 ആയിട്ട് മാറും. phi ഹോമോമോർഫിസം ആണെന്ന് നമുക്കറിയാം, തന്നിട്ടുണ്ട്. അപ്പോൾ ഹോമോമോർഫിസം പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് phi of g1 g2നെ phi of g1 into phi of g2 എന്ന് എഴുതാം. And what is phi of g1? It is the image of g1 kr phi or psi of g1 kr phi. Similarly, g2 is the image of g2 kr phi or psi of g2 kr phi. അപ്പോൾ നമ്മൾ ഏത് ഫോമിൽ എത്തിച്ചു? f of ab is equal to f of a times f of b എന്നുള്ള ഫോമിൽ എത്തിച്ചു. അപ്പോൾ ഈ മാപ്പിംഗ് 1 ആയി 1 ആയി, കൂടാതെ ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. അതുകൊണ്ട് എന്ത് വിളിക്കാം? psi is an isomorphism. അപ്പോൾ ഇവിടുത്തെ ഐസോമോർഫിസമായി ആരൊക്കെ ഐസോമോർഫിക് ആയി? ഈ രണ്ട് ഗ്രൂപ്പുകളും, അതായത് കൊസറ്റുകൾ അടങ്ങുന്ന ഫാക്ടർ ഗ്രൂപ്പും ജിയുടെ ഇമേജ് ആയിട്ടുള്ള phi of ജിയും ഐസോമോർഫിക് ആയി. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ഐസോമോർഫിസം തിയറം. മറ്റൊരു പേര് ഇതാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ഗ്രൂപ്പ് ഹോമോമോർഫിസം. അപ്പോൾ നമുക്ക് എക്സാമിന് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഫസ്റ്റ് ഐസോമോർഫിസം തിയറം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ഗ്രൂപ്പ് ഹോമോമോർഫിസം എന്ന് ചോദിക്കാം. രണ്ടായാലും ചെയ്യുന്ന പ്രൂഫ് സെയിം ആണ്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ്. നമ്മൾ ആരൊക്കെ തമ്മിലാണ് മാപ്പിംഗ് ഡിഫൈൻ ചെയ്യേണ്ടത്, മാപ്പിംഗ് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളതിനെ 1 എന്നുള്ളതും ഈ ലാസ്റ്റ് പറയുന്ന ഹോമോമോർഫിസം പ്രോപ്പർട്ടിയും പ്രൂവ് ചെയ്ത് കാണിച്ചാൽ മതി. വെൽ ഡിഫൈൻഡ് എന്നുള്ളതും ഓൺ ടു എന്നുള്ളതും നമുക്ക് പ്രത്യേകിച്ച് പ്രൂവ് ചെയ്യേണ്ട, ട്രിവിയലി ഫോളോ ചെയ്യുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. Finally, we arrived at the answer. The two groups are isomorphic. അങ്ങനെ ഒരു ആൻസറിലേക്കാണ് നമ്മൾ ഫൈനലി എത്തിച്ചേർന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ തിയറം കഴിഞ്ഞു. നമുക്ക് ഈ ഫണ്ടമെൻ്റൽ തിയറത്തിൻ്റെ ഒരു കൊറോളറിയിലേക്ക് നമുക്ക് നോക്കാം. മറിച്ച് കൊറോളറി ഓഫ് എ ഫണ്ടമെൻ്റൽ തിയറം. If phi is a homomorphism from a finite group G to G bar, then order of phi of G divides order of G and order of G bar. അപ്പോൾ ഈ കൊറോളറിക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. കാര്യം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട 1-2 പ്രോബ്ലംസ് ചെയ്യും. ആ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ കൊറോളറി ഹെൽപ്ഫുൾ ആകും. അപ്പോൾ phi is a homomorphism from a finite group G to a group G bar, then order of phi of G divides order of G and G bar. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഫേമസ് ആയിട്ടുള്ള 2 തിയറംസ് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ തിയറത്തിൻ്റെ പ്രത്യേകത. നമ്മളിപ്പോൾ പഠിച്ച ഐസോമോർഫിസം തിയറവും നേരത്തെ നമ്മൾ പഠിച്ച ലഗ്രാഞ്ചീസ് തിയറവും ചേർന്നാണ്. അത് രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ തിയറത്തിൻ്റെ പ്രൂഫിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 തിയറംസും കൂടെ ചേർന്ന് വരുന്നത് കൊണ്ട് തന്നെ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോക്കാം, നമ്മൾ ഈ തിയറം ബാധകമാകുന്നത് എപ്പോഴാണ്? ഫൈനൈറ്റ് ഗ്രൂപ്പിന് മാത്രമാണ് ഈ പറയുന്ന റിസൾട്ട് ബാധകമാകുന്നത്. അപ്പോൾ ജിയിൽ നിന്നും ജി ബാറിലേക്ക് ഒരു മാപ്പിംഗ് എടുത്തു. ജി ഫൈനൈറ്റ് ഗ്രൂപ്പാണ്. അങ്ങനെയെങ്കിൽ ജി ഫൈനൈറ്റ് ആയതുകൊണ്ട് തന്നെ phi of ജിയിലും ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടാകും. അപ്പോൾ phi of ജിയുടെ ഓർഡർ എന്ന് പറയുന്നത്, അതായത് phi of ജിയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാം. അങ്ങനെ കിട്ടുന്ന ആൻസർ ഒരേ സമയത്ത് ജിയുടെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും, അതുപോലെ ജി ബാറിൻ്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഓർത്തിരിക്കുക, ജി ഫൈനൈറ്റ് ആണെങ്കിൽ ആ ഫൈനൈറ്റ് ഗ്രൂപ്പിൻ്റെ ഇമേജ് കണ്ടുപിടിക്കുക. ആ ഇമേജിനകത്തുള്ള phi of ജിക്കകത്തുള്ള എലമെൻറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരേ സമയത്ത് ജിയുടെയും ജി ബാറിൻ്റെയും ഓർഡറിനെ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും എന്നുള്ളതാണ് തിയറം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ജിയിൽ നിന്നും ജി ബാറിലേക്കുള്ള മാപ്പിംഗ് എടുത്തു. phi is a mapping from ജി ടു ജി ബാർ. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യം ഇതാണ്, ജിയുടെ ഇമേജാണ് ജി ബാർ. ജി ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇമേജും ഗ്രൂപ്പ് ആയിരിക്കും. ഇനി phi of G എന്ന് പറയുന്നത് ജി ബാറിൻ്റെ ഭാഗമായതുകൊണ്ട് phi of G എന്നെ എന്ത് വിളിക്കാം? ജി ബാറിൻ്റെ സബ് ഗ്രൂപ്പ് എന്ന് വിളിക്കാം. അപ്പോൾ phi of G ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ബാർ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലഗ്രാഞ്ചീസ് തിയറം. നമുക്കറിയാം ലഗ്രാഞ്ചീസ് തിയറത്തിൻ്റെ പ്രത്യേകത എന്താ? ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പാണ് എച്ച് എങ്കിൽ ഓർഡർ ഓഫ് എച്ച് ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി ആയിരിക്കും. അപ്പോൾ ഇവിടെ
നമുക്ക് ജിയുടെയും എച്ചിൻ്റെയും സ്ഥാനത്ത് ഞാൻ എടുക്കാൻ പോകുന്നത് ജി എന്ന് പറയുന്നത് ജി ബാർ എടുക്കുന്നു, എച്ചിൻ്റെ സ്ഥാനത്ത് ഫൈവ് ഓഫ് ജിയും എടുക്കുന്നു. അപ്പോൾ ഓർഡർ ഓഫ് എച്ച് ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി. ജി എന്നുള്ളത് ഇവിടെ എങ്ങനെ മാറും? ഓർഡർ ഓഫ് ഫൈവ് ഓഫ് ജി ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി ബാർ എന്നാകും. അപ്പോൾ ഒരു പാർട്ട് കിട്ടി. ഓർഡർ ഓഫ് ഫൈവ് ഓഫ് ജി ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി ബാർ എന്ന് കിട്ടി. ഇനിയും ഓർഡർ ഓഫ് ഫൈവ് ഓഫ് ജി ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി എന്നുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൂഫ് കംപ്ലീറ്റ് ആകും. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ലഗ്രാഞ്ചീസ് തിയറം ഉപയോഗിച്ച് എന്ത് പ്രൂവ് ചെയ്തു? ഓർഡർ ഓഫ് ഫൈവ് ഓഫ് ജി ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി ബാർ എന്ന് പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ ഐസോമോർഫിസം തിയറം അപ്ലൈ ചെയ്ത് അടുത്ത പാർട്ടും കൂടെ പ്രൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം. ബൈ ഫസ്റ്റ് ഐസോമോർഫിസം തിയറം നമുക്ക് എങ്ങനെ പറയാം? ജി ബൈ കെ ഇ ആർ ഫൈവ് ഈസ് ഐസോമോർഫിക് വിത്ത് ഫൈവ് ഓഫ് ജി. ജി ബൈ കെ ഇ ആർ ഫൈവ് ഓഫ് ജിക്ക് ഐസോമോർഫിക് ആയിരിക്കും. ആ ജി ബൈ, അപ്പോൾ ഇവിടെയും ശ്രദ്ധിക്കുക നിങ്ങൾ, ഈ ഫൈവ് ഓഫ് ജി ഇത് ഇങ്ങനെ കൊടുക്കണേ, ഇവിടെയൊക്കെ എങ്ങനെ കൊടുക്കണം? ജി ബൈ കെ ഇ ആർ ഫൈവ് ഈസ് ഐസോമോർഫിക് വിത്ത് ഫൈവ് ഓഫ് ജി എന്നുള്ളത് അവിടെ കാണിച്ചിരിക്കണം. അപ്പോൾ അതിനർത്ഥം എന്താ? രണ്ട് ഗ്രൂപ്പുകൾ ഐസോമോർഫിക് ആയി. ജി ഫൈനൈറ്റ് ഗ്രൂപ്പാണ്. ജി ബൈ കെ ഇ ആർ ഫൈവ് എന്ന് പറയുന്നത് ആ ഫൈനൈറ്റ് ഗ്രൂപ്പ് ഉപയോഗിച്ച് ഫോം ചെയ്യുന്ന കൊസറ്റുകളാണ്, കൊസറ്റുകളുടെ കളക്ഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജി ബൈ കെ ഇ ആർ ഫൈവ്ക്ക് ജി ബൈ കെ ഇ ആർ ഫൈവ് എന്ത് തന്നെയാണ്? ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പാണ്. ജിയുടെ ഇമേജായിട്ട് വരുന്ന ഫൈവ് ഓഫ് ജിയും ഫൈനൈറ്റ് ഗ്രൂപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും രണ്ട് ഗ്രൂപ്പുകൾ ഐസോമോർഫിക് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ രണ്ട് ഗ്രൂപ്പിലെയും നമ്പർ ഓഫ് എലമെൻറ്റ്സ് സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ആ രണ്ട് ഗ്രൂപ്പുകളുടെയും ഓർഡർ സെയിം ആയിരിക്കും. അപ്പോൾ എങ്ങനെ പറയാം? ഓർഡർ ഓഫ് ജി ബൈ കെ ഇ ആർ ഫൈവ് ഇസ് ഈക്വൽ ടു ഓർഡർ ഓഫ് ഫൈവ് ഓഫ് ജി. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫാക്ടർ ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ജി ബൈ എച്ച്. ആക്ച്വലി ജി ബൈ എച്ചിനകത്തുള്ളത് കൊസറ്റുകളാണ് അല്ലേ? ജി ബൈ എച്ചിനകത്തുള്ളത് കൊസറ്റുകളാണ്. അപ്പോൾ ഫാക്ടർ ഗ്രൂപ്പിൻ്റെ എണ്ണം എന്ന് പറയുന്നത് കൊസറ്റുകളുടെ എണ്ണത്തിന് തുല്യമാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഗ്രൂപ്പ് ഫൈനൈറ്റ് ആണെങ്കിൽ ലഗ്രാഞ്ചീസ് തിയറത്തിന് തൊട്ട് താഴെ നമ്മൾ പഠിച്ച റിസൾട്ടാണ്. ഗ്രൂപ്പ് ഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? കൊസറ്റുകളുടെ എണ്ണം കാണാനായിട്ട് ഏത് ഫോർമുല യൂസ് ചെയ്യാം? ഓർഡർ ഓഫ് ജി ഡിവൈഡഡ് ബൈ ഓർഡർ ഓഫ് എച്ച് എന്ന ഫോർമുല യൂസ് ചെയ്യാം. അത് ഓർത്തിരിക്കുക. നമ്മുടെ ഇൻഡെക്സിൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? ഇൻഡെക്സിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ചിട്ട് കൊസറ്റുകളുടെ എണ്ണത്തെയാണ് നമ്മൾ ഇൻഡെക്സ് എന്ന് വിളിക്കുന്നത്. അതുകൂടാതെ ഇൻഡെക്സ് കാണാനായിട്ട് മറ്റൊരു മെത്തേഡിലൂടെ പഠിക്കുന്നുണ്ട്. അതാണ് എന്താ? ഇൻഡെക്സ് കാണാനുള്ള ഫോർമുല എന്താ? ഓർഡർ ഓഫ് ജി ഡിവൈഡഡ് ബൈ ഓർഡർ ഓഫ് എച്ച്. ഇതാണ് ഇൻഡെക്സ്. ഇങ്ങനെയും ഫോർമുല പഠിക്കുന്നുണ്ട്, ഓർഡർ ഓഫ് ജി ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ ആക്ച്വലി ജി ബൈ എച്ചിനകത്തുള്ളതെല്ലാം കൊസറ്റ്സ് ആണ്. ജി ബൈ എച്ചിനകത്തുള്ളതെല്ലാം കൊസറ്റ്സ് ആണ്. സെറ്റ് ഓഫ് ഫോർ കൊസറ്റ്സ് ഓഫ് ദ ഫോം എ എച്ച് വേർ എ എലമെൻറ്റ് ഓഫ് ജി ആണ്. അപ്പോൾ ജി ബൈ എച്ചിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് കൊസറ്റുകളുടെ എണ്ണമാണ്. കൊസറ്റുകളുടെ എണ്ണത്തെയാണ് നമ്മൾ ഇൻഡെക്സ് എന്ന് വിളിക്കുന്നത്. ആ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് ഓർഡർ ഓഫ് ജി ബൈ ഓർഡർ ഓഫ് എച്ച്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം? ജി ബൈ എച്ച് എന്ന് പറയുന്ന ഫാക്ടർ ഗ്രൂപ്പിൻ്റെ ഓർഡർ കാണാനായിട്ട് ഏത് ഫോർമുല യൂസ് ചെയ്യാം? ഓർഡർ ഓഫ് ജി ഡിവൈഡഡ് ബൈ ഓർഡർ ഓഫ് എച്ച് എന്നുള്ള ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം. സോ വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ജി ബൈ എച്ച് എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? ഓർഡർ ഓഫ് ജി ബൈ എച്ച് ഇസ് ദ നമ്പർ ഓഫ് കോസറ്റ്സ്. നമ്പർ ഓഫ് കോസറ്റ്സ് ഇസ് അതർവൈസ് കോൾഡ് ഇൻഡെക്സ്. ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഓർഡർ ഓഫ് ജി ഡിവൈഡഡ് ബൈ ഓർഡർ ഓഫ് എച്ച്. സോ വാട്ട് ഇസ് ഓർഡർ ഓഫ് ജി ബൈ എച്ച്? ഓർഡർ ഓഫ് ജി ബൈ എച്ച് ഇസ് ഈക്വൽ ടു ഓർഡർ ഓഫ് ജി ഡിവൈഡഡ് ബൈ ഓർഡർ ഓഫ് എച്ച്. ഈ ഓർഡർ ഓഫ് ജിയെ നമ്മൾ ഇങ്ങനെ സിമ്പിൾ കൊടുക്കാറുണ്ട്. ഇങ്ങനെ കൊടുത്താലും അത് ഓർഡർ എന്ന് തന്നെയാണ് വായിക്കുന്നത്. രണ്ട് രീതിയിൽ നമുക്കിത് എഴുതാൻ പറ്റും ഓർഡറിനെ. അപ്പോൾ എന്താണ് നോക്കാം. ഓർഡർ ഓഫ് ജി ബൈ കെ ഇ ആർ ഫൈവ് എന്നുള്ളത് എങ്ങനെ എഴുതി? ഓർഡർ ഓഫ് ജി ഡിവൈഡഡ് ബൈ ഓർഡർ ഓഫ് കെ ഇ ആർ ഫൈവ് എന്ന് എഴുതി. കാര്യം ഇതാണ്, ജി ബൈ എച്ചിൻ്റെ സ്ഥാനത്തൂടെ കെ ഇ ആർ ഫൈവ് ആണ്. അപ്പോൾ ഓർഡർ ഓഫ് ജി ബൈ ഓർഡർ ഓഫ് കെ ഇ ആർ ഫൈവ് ഇസ് ഈക്വൽ ടു ഓർഡർ ഓഫ് ഫൈവ് ഓഫ് ജി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എങ്ങനെ വരുന്നത്? ഓർഡർ ഓഫ് ജി ഇസ് ഈക്വൽ ടു ഓർഡർ ഓഫ് ഫൈവ് ഓഫ് ജി ടൈംസ് ഓർഡർ ഓഫ് കെ ഇ ആർ ഫൈവ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഓർഡർ ഓഫ് ജി ഓർഡർ ഓഫ് ഫൈവ് ഓഫ് ജിയുടെ മൾട്ടിപ്പിളാണ്. അല്ലെങ്കിൽ ഓർഡർ ഓഫ് ഫൈവ് ഓഫ് ജി ആരെ ഡിവൈഡ് ചെയ്യും? ഓർഡർ ഓഫ് ജിയെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ അതിന് ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഇക്വേഷൻ 1ൽ കൊടുത്തിരിക്കുന്നത് എന്തായിരുന്നു? ഓർഡർ ഓഫ് ഫൈവ് ഓഫ് ജി ഡിവൈഡ്സ് ജി ബാർ എന്ന് വന്നു. ഇക്വേഷൻ 2ൽ ഓർഡർ ഓഫ് ഫൈവ് ഓഫ് ജി ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി എന്ന് വന്നു. രണ്ടോട് കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണ്
ഓർഡർ ഓഫ് ഫൈ ഓഫ് ജി ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി ആൻഡ് ഓർഡർ ഓഫ് ജി ബാർ. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രത്യേകത. ഇറ്റ്സ് എ കൊറോളറി ഓഫ് വിച്ച് തിയറം? ഫസ്റ്റ് ഐസോമോർഫിസം തിയറം. സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് നോർമൽ സബ് ഗ്രൂപ്പ്സ് കേർണലാണെന്നുള്ളതും അതുപോലെ ചില സ്റ്റാൻഡേർഡ് എക്സാമ്പിൾസ് ഉണ്ട്. അത്രയുമാണ് നമുക്ക് ഇനിയും പഠിക്കാനുള്ളത്. നമുക്ക് അടുത്ത വീഡിയോയിൽ ആ കാര്യങ്ങളിലേക്ക് കടക്കാം. അതോടുകൂടി നമുക്ക് ഈ ചാപ്റ്റർ ഇവിടെ എൻഡ് ആവും.